ഇനി ബൈബിൾ വായിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അവിടെ നമ്മൾ ഈ 24 വ്യക്തിഗത സഭകളുടെയും ദൈവിക പാരമ്പര്യം അത് ബൈബിൾ പോലെ തന്നെ പ്രാധാന്യമുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ദൈ വെർബ് നമ്പർ 9 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡിവൈൻ ട്രഡീഷൻ ആൻഡ് ഹോളി ബൈബിൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ബൈബിളിൽ ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇല്ല. കുറേ കാര്യങ്ങളൊക്കെ ഈ 24 വ്യക്തിഗത സഭകളുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ കടന്നു വരുന്നുണ്ട്. ആ ദൈവിക പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫെയ്ത്ത്, ലിറ്റർജി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓരോ സഭകളുടെയും. അപ്പം ബൈബിൾ വായിക്കുമ്പോൾ സംശയം തോന്നിയാൽ നമ്മൾ ഈ 24 വ്യക്തിഗത സഭകളുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ ഊളിയിട്ടിറങ്ങി കർത്താവിൻ്റെ കാലത്തേക്ക് ചെന്ന് എന്താണ് ഈശോയുടെ കാലഘട്ടങ്ങളിൽ ഈ വചനം എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് നോക്കിക്കൊണ്ട്, അതാണ് കൃത്യമായിട്ട് ഈശോ ഉദ്ദേശിച്ച കാര്യം. കാരണം ഈശോയുടെ അടുത്ത ആൾക്കാർക്കാണല്ലോ, ഈശോയുടെ അടുത്ത് ജീവിച്ച ആൾക്കാർക്കാണല്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മളെക്കാളും. ഞാനിവിടെ ഇരുന്ന് കാറ്റുകൊണ്ടിരുന്ന് എനിക്ക് തോന്നുന്ന ചിന്തകളെക്കാളും ഒറിജിനലായിരിക്കുക ഈശോയുടെ ചിന്തിച്ച കാര്യം. ഈശോയുടെ ജീവിതത്തിൽ ഈശോയോട് മുട്ടി നിന്നിരുന്ന, ഈശോയുടെ അടുത്ത് നിന്നിരുന്ന ആളുകൾക്ക് മനസ്സിലാക്കിയ രീതിയായിരിക്കും. നമുക്ക് ഈ ദൈവിക പാരമ്പര്യത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ആവശ്യമാണ്. അതായത് 25ഓളം സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, ആരും വായിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സഭാപിതാക്കന്മാരോ ബൈബിളിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, അത് കർത്താവിൻ്റെ കാലത്തോട് ഏറ്റവും അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരാണ്. ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കണം, കൃത്യമായിട്ട് ഈശോ പഠിപ്പിച്ചതെന്ന് അറിയണമെങ്കിൽ. അതൊക്കെ ദൈവിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ കത്തോലിക്ക സഭയിൽ 21 സൂനകദോസുകളുടെ ഡിഗ്രികളുണ്ട്, പ്രമാണരേഖകൾ. അതിലൊക്കെ കൃത്യമായിട്ട് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നിർവഹിച്ചു വന്നിട്ടുണ്ട്. അത് പഠിക്കണം. പിന്നെ 24 വ്യക്തിഗത സഭകളുടെ ഫെയ്ത്ത്, ലിറ്റർജി ആൻഡ് ലൈഫ് സ്റ്റൈൽ അതും പഠിച്ചാൽ നമ്മൾ ഒരിക്കലും വിശ്വാസ കാര്യങ്ങൾ വഴിതെറ്റി പോകില്ല. അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും.